ഹായ്, എൻ്റെ ഈ വരുന്ന 21 ഡേയ്സ് ഫിറ്റ്നസ് ചാലഞ്ച് വളരെ ലളിതമായ എക്സസൈസിലൂടെയും അതുപോലെ തന്നെ നമ്മളെ കൾച്ചറൽ ഫുഡ് എങ്ങനെ ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്നും അതിൻ്റെ കൂടെ ഡെയിലി മിനി ടാസ്ക് ആക്ടിവിറ്റിയും കൂടെ ചേർന്നതാണ്. ഇത് സാധാരണക്കാരൻക്ക് ഇന്നാക്റ്റീവായ പീപ്പിളും അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയ ഒബീസിറ്റി, PCOD, ടൈപ്പ് 2 ഡയബറ്റിക്, തൈറോയിഡ് ഇതുപോലുള്ള പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഓവർ വെയ്റ്റ്, ബെല്ലി ഫാറ്റ്, മടി, മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മോചനം നേടാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. എല്ലാവരും ഈ ബോർഡർ ലൈനും കഴിഞ്ഞ് ഒരു പ്രശ്നം എത്തിക്കഴിഞ്ഞാലാണ് ഇതിലേക്ക് സീരിയസ് ആയിട്ട് നോക്കുക. ഇപ്പോൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് മറ്റുള്ള രീതിയിലേക്ക് എത്തി നിൽക്കുന്നവരായിരിക്കും കൂടുതലും ഈ സമൂഹത്തിൽ നമ്മളിന്ന് കണ്ടുവരുന്നത്. അപ്പം ഇതിൽ നിന്നൊക്കെ മോചനം നേടാൻ നമുക്ക് എന്ത് വേണം? ഫിസിക്കൽ ആക്ടിവിറ്റി മസ്റ്റാണ്. അപ്പോൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീൻ്റെ കൂടെ നമ്മൾ ഹെൽത്തി ഫുഡും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ ആരോഗ്യത്തിലുണ്ടാവും. നല്ല ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് നേടാനും നമുക്ക് അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് ആഴ്ചയിൽ 4-5 പ്രാവശ്യം ചെയ്താൽ തന്നെ നമുക്ക് നല്ല ഫിറ്റ്നസ് നേടാൻ പറ്റും. അപ്പോൾ ഇത് പറയുമ്പം വളരെ എളുപ്പമായിരിക്കും, പക്ഷേ സാധാരണക്കാർക്ക് ഇതിലേക്ക് കടന്ന് എത്താൻ പറ്റാറില്ല. കാരണം എന്താ, പല തടസ്സങ്ങളാണ് ഈ കാലഘട്ടത്തിലുള്ളത്. ഒന്ന്, നമുക്ക് ജിമ്മിൽ പോകാൻ പറ്റാത്ത അവസ്ഥ. രണ്ടാമത്തെ, പെർമിഷൻ വീട്ടിൽ നിന്നുള്ള. മൂന്ന്, നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല, മടി, മറ്റുള്ള പല കാരണങ്ങളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫിറ്റ്നസ് നമുക്ക് തടസ്സമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് നേടാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. പൊതുവേ നമുക്ക് എന്താണ്, നമ്മളെ തടസ്സങ്ങളാണ് നമ്മളെ പ്രധാന പ്രശ്നം. അത് കൺസിസ്റ്റൻ്റ് ആവില്ല, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് പുറത്തൊക്കെ കാണുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫിറ്റ്നസ് കരിയറിൽ ഓൾമോസ്റ്റ് 20 ഇയേഴ്സായി ഞാൻ പ്രൊഫഷണലായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ജേണിയിൽ എനിക്ക് മനസ്സിലായത്, ഇത്തരം ആളുകൾക്ക് വളരെ ലളിതമായുള്ള രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് കൺസിസ്റ്റൻ്റ് ആവും ചെയ്യും. നല്ല റിസൾട്ട് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുന്നേ 14 ഡേയ്സ് ഫ്രീ ഫിറ്റ്നസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ അതിൻ്റെ അകത്ത് ഉപയോഗപ്പെടുത്തി. 14 ഡേയ്സ് ഫ്രീ ഫിറ്റ്നസ് ചാലഞ്ച് കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ റിസൾട്ടൊക്കെ കിട്ടി. പല റിസൾട്ടായിരിക്കും. ചെറിയ രീതിയിൽ വെയിറ്റ് ലോസ് ഉണ്ടാവും, ഇഞ്ച് ലോസ് ഉണ്ടാവും, മൂഡ് മാറിയിട്ടുണ്ടാവും, എനർജി ആയിട്ടുണ്ടാവും. അപ്പം നമ്മളെ തെറ്റായ ധാരണകളൊക്കെ ഒഴിവായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് 21 ഡേയ്സ്, അപ്പോൾ ഈ 21 ഡേയ്സിൽ നിങ്ങൾക്ക് അടുത്തൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഭാരമായിട്ട് തോന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ലെവലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിയെ ഇതൊരു ഹാബിറ്റ്സായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ എപ്പോഴും ഫിറ്റ്നസ് നേടാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് വളരെയധികം ഉപയോഗപ്പെടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിനെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ഉപയോഗപ്പെടുത്താം. അപ്പോൾ നല്ല രീതിയിലൊരു പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങളത് ഉപയോഗപ്പെടുത്താം. ഓൾ ദി ബെസ്റ്റ്.